നമസ്കാരം. ദേശീയപാത 66 ആറുവരി പാതയിലൂടെ കാസർഗോഡ് ജില്ലയിൽ അതിവേഗ യാത്രയ്ക്കൊരുങ്ങിയിരിക്കുകയാണ് കേരളം. സംസ്ഥാനത്തെ ആറുവരി പാതയുടെ ആദ്യ റീച്ച് ഗതാഗതത്തിന് സജ്ജമായി. മെയ് അവസാനത്തോടെ ഒന്നാം റീച്ച് ഉദ്ഘാടനം നടത്തി ഗതാഗതത്തിന് തുറന്നു കൊടുക്കും. വടക്കേ അറ്റത്തെ ആദ്യ റീച്ച് പൂർണ്ണ സജ്ജമായതായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞിട്ടുണ്ട്. ദേശീയപാത 66 ആദ്യ റീച്ചിന് 39 കിലോമീറ്റർ ദൈർഘ്യമാണ് ഉള്ളത്. 1780.485 കോടി രൂപ ചെലവിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ സഹകരണ പ്രസ്ഥാനമായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ദേശീയപാത 66 ഒന്നാം റീച്ച് നിർമ്മാണം ഏറ്റെടുത്ത് സമയബന്ധിതമായി പൂർത്തീകരിച്ചത്. 39 കിലോമീറ്റർ റീച്ചിൽ 2 മേൽപ്പാലങ്ങളും 4 മേജർ പാലങ്ങളും 4 മൈനർ ബ്രിഡ്ജുകളും 21 അണ്ടർപാസുകളും 10 ഫുട് ഓവർ ബ്രിഡ്ജുകളും 2 ഓവർപാസുകളും നിർമ്മാണം പൂർത്തിയാക്കി ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട്. കാസർഗോഡ് നഗരത്തിലെ ഒറ്റത്തൂൺ ഫ്ലൈ ഓവർ ദക്ഷിണേന്ത്യയിൽ തന്നെ 27 മീറ്റർ വീതിയിൽ ബോക്സ് ഗാർഡൻ മാതൃകയിൽ നിർമ്മിക്കുന്ന ആദ്യത്തെ ഒറ്റത്തൂൺ ഫ്ലൈ ഓവറാണ്. കഴിഞ്ഞ ദിവസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ PA മുഹമ്മദ് റിയാസ് സ്ഥലം സന്ദർശിച്ചിരുന്നു. ദേശീയപാത അതോറിറ്റിയും പൊതുമരാമത്ത് വകുപ്പും ഓരോ 2 ആഴ്ച കൂടുമ്പോൾ ഇതിനെക്കുറിച്ച് അവലോകനവും സ്ഥല സന്ദർശനവും ഒക്കെ കൃത്യമായി നടത്തിയാണ് നിർമ്മാണം ഇവിടെ വരെ എത്തിച്ചിരിക്കുന്നത്. തടസ്സങ്ങൾ അപ്പോൾ നീക്കിയായിരുന്നു പ്രവർത്തനം എന്നാണ് അറിയുന്നത്. 10 വർഷം മുൻപ് UDF സർക്കാർ ഉപേക്ഷിച്ച പദ്ധതിയാണിതെന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് നിർമ്മാണം പൂർത്തിയായ ആറുവരിപ്പാത സന്ദർശിച്ച ശേഷം പറഞ്ഞത്. അന്ന് ഹൈവേ അതോറിറ്റി ഓഫീസ് പൂട്ടി സ്ഥലം വിട്ടു. അവരെ തിരിച്ചു വിളിച്ച ചരിത്രത്തിലാദ്യമായി സംസ്ഥാന സർക്കാർ ദേശീയപാത വികസനത്തിന് പണം നൽകി. 5800 കോടി രൂപയാണ് സംസ്ഥാനം നൽകിയത്. ഈ തുക കടമെടുപ്പ് പരിധിയിൽ പെടാത്തതിനാൽ തന്നെ സംസ്ഥാനത്തിന്റെ ഫലത്തിൽ 12,000 കോടിയുടെ ചെലവും വന്നിരുന്നു. സംസ്ഥാനത്ത് റോഡ് നിർമ്മാണം പൂർത്തിയായ റീച്ചുകൾ അതാത് സമയത്ത് ഗതാഗതത്തിന് തുറന്നു കൊടുക്കുന്നുണ്ട്. ദേശീയപാത എവിടെയൊക്കെ പൂർണ്ണമാകുന്നു അപ്പോൾ തന്നെ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നതാണ് നിലപാടെന്നും മന്ത്രി പറഞ്ഞു. കോട്ടിക്കുളം മേൽപ്പാലം സംബന്ധിച്ച നിലവിലെ പ്രശ്നം ഉടൻ പരിഹരിക്കും. എസ്റ്റിമേറ്റ് തുകയിൽ ധനകാര്യ വകുപ്പുമായി ചർച്ച ചെയ്യുമെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞിട്ടുണ്ട്.